നമ്മളെ കേരളത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും ഈ ചക്കക്കുരു മാങ്ങ എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടെന്ന് തോന്നല്ലേ. അത് നമ്മളെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. എൻ്റെ അമ്മമ്മ പണ്ട് ഉണ്ടാക്കിയ അതേ സ്റ്റൈൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ ചക്കക്കുരു മാങ്ങ ഉപ്പേരി വെക്കുന്നത്. കഞ്ഞിക്കൽ എന്ത് ടേസ്റ്റ് അല്ലേ ഇത്. ഞാൻ ഇന്ന് ചക്കക്കുരു മാങ്ങയും തയ്യാറാക്കാം. ഞാനിത് പലകത്തിൽ മുറിച്ചുകൊണ്ട് ഈ ചക്കക്കുരു എനിക്ക് എപ്പോഴും ഒരു കൃത്യം 4ആയിട്ട് മുറിക്കുമ്പോൾ വരലില്ല. ചില സ്ഥലത്ത് അതിങ്ങനെ പൊട്ടിപ്പോവും. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതിന് കുറച്ച് എരിവ് അധികം ചേർക്കലുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടപ്പിട്ട് ഒരു 3 വിസിലിൽ വേവിച്ചെടുക്കാം. ഇത് കുറച്ച് നല്ലോണം ഉടച്ചിട്ട് എടുക്കലുണ്ട് കേട്ടോ ഞാൻ വേവിച്ചിട്ട്. മാങ്ങ ചേർക്കാം. മാങ്ങ കുറച്ച് വലുതായിട്ടാണ് മുറിക്കുന്നത്, കാരണം മാങ്ങയുടെ കഷ്ണം വേണ്ടാത്തവരുണ്ട് ഇവിടെ. മാങ്ങ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. കുറച്ചും കൂടി ഇതിൽ വെള്ളം വേണ്ടി വരും തോന്നുന്നു, കുറച്ച് നല്ലോണം കട്ടിയായിട്ടുണ്ട്. നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ മഴ പെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഈ കുക്കിങ്ങിൽ ഞാൻ എല്ലാ ജനലും വാതിലെല്ലാം അടച്ചു വെക്കും, കാരണം തിളക്കുമ്പോൾ അല്ല വെള്ളമെല്ലാം തിളക്കുന്നുണ്ടെങ്കിൽ അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ കുക്കിങ്ങിന്റെ ബാലപാഠം പഠിച്ചത് എൻ്റെ അമ്മമ്മ ഉണ്ടല്ലോ. പണ്ട് ഞാൻ ഈ അരകല്ല്, ഞങ്ങള് കടച്ചക്കല്ല് എന്ന് പറയും, ആ കല്ലില് അരവ് എൻ്റെ ജോലിയായിരുന്നു, അരക്കല്. അപ്പൊ അമ്മമ്മ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അമ്മമ്മ എല്ലാം ഇങ്ങനെ വറുത്തിട്ടും എല്ലാം എൻ്റെ കയ്യിൽ അരക്കാൻ കൊണ്ട് തരും. അപ്പൊ അതിന്റെ പാകം എല്ലാം ശരിക്കും അത് തൊട്ട് കഴിഞ്ഞാൽ അറിയാം. സവോളയുടെ എല്ലാം മുളക് ഇങ്ങനെ പൊങ്ങി വരുന്നതും വറുത്ത് കഴിയുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും കടുകും വറുത്ത് ചേർക്കാം അതിലേക്ക്. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി. ക്യാമറമാനെ കാത്തിട്ട് എൻ്റെ വെളുത്തുള്ളി കുറച്ച് കരിഞ്ഞു തോന്നുന്നു, മണക്കുന്നുണ്ട്.